കൊടകര പാറക്കാട്ടുകര എന്ന ഗ്രാമത്തിൽ സൂര്യ എന്ന 26-കാരിയെ അറിയാത്തവർ ചുരുക്കമായിരിക്കും. നല്ല സൗന്ദര്യം, മാന്യമായ പെരുമാറ്റം, സ്വന്തമായി അധ്വാനിച്ച് അത്യാവശ്യം ആഡംബര ജീവിതം തന്നെ നയിക്കുന്ന ഒരു യുവതി. പുതുപുത്തൻ സ്വർണ്ണാഭരണങ്ങളും വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങളുമൊക്കെ ഈ അടുത്തായി സൂര്യ വാങ്ങിച്ചു കൂട്ടിയിരുന്നു. എന്നാൽ പലരും അസൂയയോടെ നോക്കിക്കണ്ടിരുന്ന ഈ യുവതിയുടെ യഥാർത്ഥ തൊഴിലറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം. കഴിഞ്ഞ ഫെബ്രുവരി 16-നാണ് നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം അരങ്ങേറുന്നത്. ഈ അടുത്തായി സൂര്യയെ ചില കുടുംബ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രശ്ന പരിഹാരത്തിനായി മറ്റത്തൂർ മൂലംകുടം സ്വദേശിയായ അജേഷ് എന്ന പൂജാരിയെ സൂര്യ സമീപിക്കുന്നത്. സൂര്യയ്ക്ക് നല്ല പരിചയമുള്ള ആളുകൂടിയാണ് അജേഷ്. ഇതിനു മുൻപ് പല പ്രശ്നങ്ങൾക്കും സൂര്യ അജേഷിനെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ നല്ല പരിചയത്തിലുമായിരുന്നു. കഴിഞ്ഞ 16-ാം തീയതിയും സൂര്യ എത്തിയിരുന്നത് തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന് പറഞ്ഞായിരുന്നു. സ്ഥിരം വരാറുള്ളതുകൊണ്ട് തന്നെ പൂജാരിയായ അജേഷിന് മറ്റ് സംശയങ്ങളൊന്നും തന്നെ തോന്നിയതുമില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ വരവിൽ സൂര്യയുടെ ഉദ്ദേശം മറ്റൊന്നായിരിക്കുമെന്ന് ആ പൂജാരി ഒരിക്കലും ഓർത്തു കാണില്ല. ഇരുവരും സംസാരിക്കുന്നതിനിടെ പൂജാരി ഒന്ന് അടുക്കളയിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞ് പോയ തക്കം നോക്കി സൂര്യ തന്റെ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു. ഉടൻ തന്നെ കിടപ്പുമുറിയിലേക്ക് കയറിയ സൂര്യ മുറി മുഴുവൻ പരതുകയും അലമാറയിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 12 പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയുമായിരുന്നു. തുടർന്ന് നേരെ പഴയ സ്ഥലത്ത് തന്നെ പോയിരിക്കുകയും ചെയ്തു. ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്തുകയും ചെയ്തില്ല. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ സൂര്യ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ സൂര്യയുടെ ജീവിതം ആകെ മാറിമറിഞ്ഞു. കൊടകരയിലെ ഒരു ഫിനാൻസ് കമ്പനിയിൽ കൊണ്ടുപോയി ആ സ്വർണം വിറ്റു. ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ വന്നതോടെ സൂര്യയുടെ ആഡംബര മോഹങ്ങൾക്ക് ചിറകുമുളയ്ക്കുകയായിരുന്നു. ഇതോടെ പണയത്തിലായിരുന്ന തന്റെ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്തു. കൂടാതെ പുത്തൻ ഡിസൈനിലുള്ള ആഭരണങ്ങൾ വാങ്ങുകയും ചെയ്തു. ഇതൊന്നും കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ ആധുനിക ഗൃഹോപകരണങ്ങളും സൂര്യ വാങ്ങിച്ചു. മറുഭാഗത്ത് പൂജാരിയുടെ വീട്ടിൽ സ്വർണം മോഷണം പോയ വിവരം അറിഞ്ഞതോടെ അത് വലിയ ചർച്ചയായി മാറി. പോലീസിൽ പരാതിയെത്തി. കൊടകര പോലീസ് ഇൻസ്പെക്ടർ ജെർലിൻ വി സ്കറിയയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല. വീട്ടിൽ അതിക്രമിച്ചു കയറിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്നുള്ളവർ ആരും വന്നതായി തെളിവുമില്ല. എന്നാൽ കേരള പോലീസിന്റെ കുശാഗ്ര ബുദ്ധിക്ക് മുന്നിൽ അധികകാലം സൂര്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സബ് ഇൻസ്പെക്ടർ കൃഷ്ണപ്രസാദും സംഘവും ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് നീങ്ങി. ആ ദിവസങ്ങളിൽ വീട്ടിൽ വന്നു പോയവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. ഇതിനിടയിലാണ് സൂര്യയുടെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ച പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒടുവിൽ ആ സത്യം പുറത്തു വന്നു. ഇതിനു പിന്നാലെ സൂര്യയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും പുത്തൻ വഴികൾ തെരഞ്ഞെടുത്ത് ആഡംബര ജീവിതം നയിക്കാൻ ഇറങ്ങിത്തിരിച്ച സൂര്യയ്ക്ക് ലഭിച്ചത് അർഹമായ ശിക്ഷ തന്നെയാണ്. ഇനി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഇവർ മുതിരില്ല എന്ന് നമുക്ക് കരുതാം. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.